ഞാൻ ഈ തടി ഉണ്ടാക്കിയിട്ട് പിടിച്ചോണം കേട്ടല്ലോ. വെച്ചിട്ടുണ്ട്. ഓക്കെ ഇനിയിപ്പോൾ അത് അയ്യോ എടുത്തോ, പിടിച്ചോ. ഇയാളെ സഹായിച്ചോ. പിടിച്ചേ. ആനെ കൊണ്ട് തടി പിടിപ്പിക്കണം. നിന്റെ ആങ്ങളൊക്കെ പെട്ടെന്ന് അമ്മാവനെ കാണണോ? എന്താ അമ്മാവൻ വരാറുണ്ടല്ലോ. അതല്ല, അമ്മാവൻ്റെ ചീരകൃഷിയൊക്കെ ഏതാണ്ട് ഇതെടുക്കാറായി. അപ്പോൾ അതുകൊണ്ട് നമുക്കൂടെ പോയി അമ്മാവനെ സഹായിക്കാം. അത് നല്ല കാര്യമല്ല, എന്നാൽ ഞങ്ങളും കൂടി വരാം. ഇതിനിപ്പം അതിനും വേണ്ടിയുള്ള ചീരയൊന്നും അവിടെ ഇല്ല. അപ്പം ഞാൻ ടീച്ചർ നല്ല ചീര എടുത്തുകൊണ്ട് വരാമല്ലോ. അത് ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവരാം. ഞങ്ങൾ ആണുങ്ങൾ പോയിട്ട് വരുമ്പോൾ അത് കൊണ്ടുവരാം. ഇവിടെ ഈ വീട്ടിലിരുന്ന് മടുത്ത് പുറത്തിറങ്ങിയിട്ട് എത്ര നാളായി. എന്ത് ഒന്ന് ആലോചിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ അങ്ങോട്ട് വരും. വല്ലപ്പോഴും ഒരു ടൂർ പോയാലേ. വല്ലപ്പോഴും ഒരു ടൂർ പോകണില്ലേ? ഇങ്ങോട്ട് റേഷൻ കടയിലോട്ടോ. ഇപ്പം നിനക്ക് ഇവിടുന്ന് അവിടെ പോകാനും അവിടെ നിന്ന് ഇവിടെ വരാനും ഒക്കെ പറ്റണല്ലോ. ഓരോ പെണ്ണുങ്ങളും ഒരു വീട്ടിൽ തന്നെ ഒരു അടുക്കളയിൽ കിടക്കണവരുമുണ്ട്. ഞങ്ങൾ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് എന്താ ശല്യം? ഞങ്ങൾ ഒരു ഇതിനും വന്നില്ലല്ലോ. അല്ല അത് നിങ്ങൾ വന്നാൽ ശരിയാവൂല. അത് കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ മാതിരി ചീരകൃഷിയുടെ അതിൻ്റെ അടുത്ത കൃഷിയെ കുറിച്ചും അപ്പം അങ്ങനെ അറിയാം. ഞങ്ങള് ചീരയും മേടിച്ചിട്ട് അമ്മാവിന്റെ വീട്ടിൽ പോയി ഇരുന്നോളാന്നേ. പ്ലീസ് നല്ല രസമായിരിക്കും. ഞങ്ങളും കൂടി വരാൻ കേട്ടോ. നിർബന്ധമുണ്ടോ വരണോ? നീ പോയി ചെന്തി അവനോട് പറയട്ടെ. അല്ലാതെ ഒരു കാര്യം, നീ ഇപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം സമ്മതമാണല്ലോ. നിങ്ങൾ അമ്മാവിന്റെ വീട്ടിൽ ഇരുന്നോളൂല്ലോ, വേറെ ശല്യത്തിനൊന്നും വരാതെ. ഞങ്ങള് വരണില്ലേ? അല്ലെങ്കിൽ ഞങ്ങള് വരണില്ല, ശല്യത്തിന് വരില്ല. അങ്ങനെ എപ്പോ പോകും? ഇന്ന് പോവോ നാളെ പോവോ? നമുക്ക് ഉടനെ പോവാം. അവിടെ വരട്ടെ, അവിടെ ബ്ലോക്ക് ഇരുന്നിട്ട് എന്ത് കാര്യത്തിന്? എല്ലാരും കൂടെ വാരി പറക്കിയിട്ട് പോയി. ഞാൻ ഇച്ചിരി വെള്ളം കോരിക്കൊണ്ട് വരാം. വെള്ളം തീർന്നുപോയി. ഇവളന്മാരെല്ലാം കൂടെ വന്ന് അലമ്പാക്കുവോ? അലമ്പാക്കിയാൽ കൊക്കിന്റെ വഴിക്ക് പോകും. അളിയന്റെ മോഹം അങ്ങനെ ബാക്കി നിൽക്കും. കൊക്ക് തിന്നാക്കൂല, കാക്കയും തിന്നാക്കൂല.